കാഴ്ചമംഗളാവല്ല നോക്കി നോക്കി നിക്കാൻ. കൂടില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങള് കോവിലകത്ത് സുഖതാമസമായിരുന്നല്ലോ, എന്നിട്ട് എന്തോ പറ്റി? അല്ലടി പെണ്ണേ, നീ ആരുമായിട്ട് ഒളിച്ചോടിയെന്നോ കോവിലകം കിടക്കിയെന്നോ ഒക്കെ ഒരു വാർത്ത കേട്ടല്ലോ. നിങ്ങൾ കളിയാക്കാൻ വന്നതാണോ? ഞാനും എന്റെ മോളും കൂടി എവിടെയെങ്കിലും പോയി ചാവാ പോവുക. എന്റെ ശവം കാണാൻ പോലും നിങ്ങൾ ആരും വന്നു പോകരുത്. അമ്മയും മോളും പെട്ടിയും ബാഗും എടുത്തു. ഇനി നിങ്ങൾ താമസിക്കുന്ന എന്റെ കൂടെ. സത്യാണോ? അമ്മേ വാ. വേണ്ടടി മോളെ, കളിയാക്കാൻ വിളിക്കുന്നതാ. എടുത്തോണ്ട് വാടി. നിനക്ക് നിന്റെ മോക്കും ഇപ്പോ കോവിലകത്തോട് ശത്രുതയല്ലേ? അപ്പോ നിങ്ങൾ ഇനി എന്റെ മിത്രങ്ങളാ. അയ്യോ ചേച്ചി കാര്യായിട്ടാണോ? എടി, നിന്നോട് അവിടെ നിൽക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇരട്ടകളാണെങ്കിലും മേരി ചേച്ചിക്കാ മനുഷ്യത്തുള്ളതെന്ന്. കല്യാണി, നീ ഒരുപാട് പതപ്പിക്കല്ലേ. ഇതൊരു വാശിയാ. അവരിറക്കി വിട്ട് നിങ്ങളെ വെച്ച് എനിക്ക് കോവിലകത്ത് കുഞ്ചിയമ്മയെ ജയിക്കണം. എന്റെ മുമ്പിൽ അവര് തലകുനിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരണം. അത് ഞാനേറ്റു. ഈ നിമിഷം മുതൽ കോവിലത്ത് കുഞ്ചിയമ്മയെ നാറ്റിക്കാൻ ഞാൻ കൂടെയുണ്ട്. അവര് നാറുക മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് പോവുക പോലും ചെയ്യും. പക്ഷേ വിളിച്ചോണ്ട് പോയിട്ട് നാളത്തെ പോലെ സൂത്രം കാണിച്ച് ഞങ്ങളെ ഇറക്കി വിടുവോ? അടങ്ങി ഒതുങ്ങി നിന്നാ നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാം. കേട്ടോടി? ആ, ഞാൻ നിന്നോടാ പറഞ്ഞത്. ആ വാ. ഈ തള്ളക്ക് പ്രാന്താണെന്നൊന്നും അറിഞ്ഞൂടാ. തൽക്കാലം നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. വേഗം വാ. അതെ വന്നു. രൂപ ഇത്തവണ കോളടിച്ചല്ലോടാ ജോർജ്. കഴിഞ്ഞ തവണത്തെ 50 രൂപയാ കൂടുതല്. തീറ്റയും താമസവും ഫ്രീയും. നീ സമ്പാദിക്കാൻ തുടങ്ങി. സമ്പാദ്യം? എന്റെ ശമ്പളം എത്രയാ? മാസം 3000 രൂപ. നഷ്ടപരിഹാരം പിടിച്ച് പിടിച്ച് ബാക്കി കിട്ടുന്ന ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യും? അതൊരു ചോദ്യമാ. പണം ഉപയോഗിക്കാൻ അറിയാത്തവരുടെ കൈ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങ് തന്നോ, ഞാൻ ഉപയോഗിച്ചോളാം. അത് വേണ്ട, ഇങ്ങ് തന്നേ. എടാ ജോർജ്, കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ഇവിടെ പിടിച്ചു നിന്നാൽ ഭാവിയിൽ നിനക്കത് ഗുണം ചെയ്യും എന്നൊരു ചിന്ത നിനക്കില്ലേ? ഉണ്ട്. എനിക്കും മേരിക്കും മക്കളില്ല. ഞാനാണെങ്കിൽ പിശുക്കി ഒരുപാട് സമ്പാദിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ കാലശേഷം ഇതൊക്കെ നിനക്ക് കിട്ടും. അതൊക്കെ ഇട്ടിച്ചന്റെ ഇഷ്ടം. ഇത് നിന്റെ ചിന്ത. ഇനി ഞാൻ പറയാൻ പോകുന്നത് വാസ്തവം. ഞാൻ ചത്താലും ഒരു ചില്ലി നിനക്ക് കിട്ടില്ല. എടാ, ഞാൻ എന്റെ സ്വത്ത് നിനക്ക് തന്നാൽ നീ പണക്കാരനാകും. പണക്കാരനായി ചാവും. മരിച്ചു മേലോട്ടങ്ങ് പോകുമ്പോ നമ്മൾ രണ്ടും സമാസമം. അതെനിക്കൊരു കുറച്ചിലല്ലേ? മുകളിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടോ? ഞാനും പോയിട്ടില്ല, നീയും പോയിട്ടില്ല. അപ്പോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ തരക്കേടില്ല. വാ. ഞാൻ നോക്കുമ്പം ഇവര് റോഡിൽ അനാഥരെ പോലെ നിൽക്കുക. കോർപ്പറേഷൻ വേസ്റ്റ് എടുക്കൽ നിർത്തിയപ്പോ ഇപ്പൊ എല്ലാരും റോഡ് കൊണ്ടിടല പതിവ്. ഇത്രയും നാള് ഇവളെയും മോളെയും പിടിച്ചു കൂടെ നിർത്തിയിട്ട് കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞില്ലേ ആ കുഞ്ചിയമ്മ? മനുഷ്യത്വം ഇല്ലാത്ത ജാതി. ദേ, ഇവരെ ഇനി ഞാൻ ഇവിടെ നിർത്താൻ പോവാ. അത് വേണോ മേരി? അതൊക്കെ ചെലവ് കൂടുന്ന കാര്യമല്ലേ? ഞാൻ സഹിച്ചു. ഇവര് നിൽക്കുന്നതിന്റെ നഷ്ടം എന്താന്ന് വെച്ചാ ഞാൻ തന്നോളാം. എന്നാലും അതൊരു മിണ്ടരുത്. മോളെ താമര, നിനക്ക് വിശക്കുന്നോടി? എന്നാ വാ. നിങ്ങള് നോക്കിക്കോ മനുഷ്യ. ഇവരെ വെച്ച് ഞാൻ കോവിലകം തകർക്കും. കുഞ്ചിയമ്മ എന്റെ കാൽക്കൽ വീഴും. വാ മോളെ, വാ കല്യാണി.
ഇട്ടിച്ചാ ദൈവം വന്ന പോലെ മേരി ചേച്ചി വന്നത്. ഇനി എനിക്ക് ഇട്ടിച്ചന്റെ അടുത്ത് തന്നെ നിൽക്കാലോ. ഞാനൊന്ന് തർക്കിച്ചത് മേരിക്ക് സംശയം തോന്നാതിരിക്കാന്. അതെനിക്ക് മനസ്സിലായി. അവിടുന്ന്.